ഈ പടവലങ്ങ ഉപയോഗിച്ച് എന്നും ഒരുപോലെ കറി വയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കൂട്ടുണ്ടാക്കാം കേട്ടോ. ഞാനിത് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയത്, ഒരു ഷെഫിൻ്റെ. അപ്പോൾ നല്ല രുചിയായിരുന്നു ഇതിന്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതിയാവും കേട്ടോ. ഇത് പടവലങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പകുതി തക്കാളിയും പകുതി സവാളയും എടുത്താൽ മതിയാവും. പിന്നെ ഞാൻ കടലപ്പരിപ്പും നമ്മുടെ മസൂർ ദാൽ ഉണ്ടല്ലോ, ചുവന്ന പരിപ്പും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അവരതിൽ ചെറുപയർ പരിപ്പായിട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ഈ പരിപ്പിട്ടു. ഇത് രണ്ടും ഞാൻ വെള്ളത്തിൽ ഒന്നിച്ച് കുതിർത്ത് എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 4 ഇല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് അത്ര അധികം വേവില്ല. പിന്നെ അതാ തേങ്ങയും ജീരകവും കുരുമുളകും ഒരു പച്ചമുളകും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതും അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ സവാളൻ്റെ ആ പകുതി നേരത്തെ എടുത്ത് വെച്ചാൽ അതും. ഇത് ഇത്രയും ഒന്ന് വഴന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അധികം വെന്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്താണ്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒത്തിരി വേവില്ല കേട്ടോ. അതങ്ങനെ ഒന്ന് മുറിക്കുമ്പോൾ ഒന്ന് മുറിഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ. ഒത്തിരി വെന്തതിൻ്റെ ആ രുചി പോവും. പിന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് രണ്ടും കൂടെ ഒന്നിച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആ തേങ്ങൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ നമുക്കൊന്ന് കടുക് വറുത്തിടാം. വേറൊന്നുമില്ല, കടുകും കറിവേപ്പിലയും കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 4 വെളുത്തുള്ളി. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഒന്നാമത് നമുക്ക് പരിപ്പൊക്കെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ചേർക്കാം. പിന്നെ രുചിയും നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ.